അപ്പോൾ ഞാൻ പുഡിങ് തയ്യാറാക്കാൻ വേണ്ടി പോവുകയാണ്. വെരി ടേസ്റ്റി പുഡിങ്ങാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ഫ്രൂട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ബ്ലാക്ക് മുന്തിരിയും വൈറ്റ് മുന്തിരിയും ആപ്പിളും അനാറും. ഈ ഫ്രൂട്ട്സുകളല്ലാണ്ട് നിങ്ങൾക്ക് പപ്പായ, അതുപോലെ തന്നെ നല്ല മധുരമുള്ള സ്ട്രോബെറി, പുളിയുള്ള സ്ട്രോബെറി എടുക്കരുത്. അതുപോലെ നിങ്ങൾക്ക് പൈനാപ്പിൾ നല്ല മധുരമുള്ളത്, അതൊക്കെ അങ്ങനത്തെയൊക്കെ ഫ്രൂട്ട്സുകൾ എടുക്കുക. നല്ല മധുരമുള്ളത് എടുക്കണം കേട്ടോ. എടുക്കുമ്പോൾ ഓറഞ്ച് എടുക്കരുത്. ഓക്കെ. പിന്നെ ഞാൻ കസ്റ്റേർഡ് പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട്. വലിയൊരു 2 സ്പൂണ് കസ്റ്റേർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. വെനില കേക്കും അതുപോലെ പൈനാപ്പിൾ കേക്കും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാത്രം നമ്മൾക്ക് ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഇവിടെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നല്ല ചൂടായിട്ട്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കി വരുമ്പോഴത്തേനും അത് നന്നായി തണുത്തോളും. അപ്പോൾ ഞാനിവിടെ 1 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടാക്കണമെങ്കിൽ കൂടുതൽ പാലെടുക്കുക. ഞാൻ 1 ലിറ്റർ പാൽ എടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അത് തിളയ്ക്കുമ്പോഴത്തേനും ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം. പഞ്ചസാര ഞാൻ നേരത്തെ കാണിച്ച് തന്നില്ലല്ലോ, സോറി കേട്ടോ. അപ്പോൾ ഈ പഞ്ചസാര ഇട്ട് കൊടുക്കണം. നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമുള്ളത്ര പഞ്ചസാര ഇട്ടുള്ളൂ. അങ്ങനെ നന്നായി പഞ്ചസാര ഇട്ട് നന്നായിട്ട് പാലിൽ പഞ്ചസാര ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത സ്റ്റെപ്പ് എന്തുണ്ട്, നമ്മുടെ കസ്റ്റേർഡ് പൗഡർ അതിലേക്ക് കുറച്ച് പാലൊഴിച്ച് നന്നായി മിക്സാക്കി, കട്ടയാവാണ്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് എടുത്ത് വയ്ക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കസ്റ്റേർഡ് പൗഡർ യൂസ് ചെയ്യുക കേട്ടോ, ഒരു കുഴപ്പമില്ല. കൂട്ടത്തിന് ഞാൻ വെനില കസ്റ്റേർഡും അതുപോലെ പൈനാപ്പിൾ കസ്റ്റേർഡാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ ഞാൻ പൈനാപ്പിളിൻ്റെ എടുക്കുകയാണെങ്കിൽ പൈനാപ്പിൾ കേക്കും വെനില കേക്കും കൊടുക്കുക. അതുപോലെ തന്നെ വാനിലയുടെ എടുക്കുകയാണെങ്കിലും ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2 കേക്ക് കൊടുക്കുക. ഞാൻ ഇത് 2 ഉണ്ടാക്കി കൊടുക്കുകയുള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്നിട്ട് കസ്റ്റർഡ് പൗഡർ ഏതാണെങ്കിൽ യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല കേട്ടോ. പിന്നെ കുറച്ച് ഒഴിച്ച് കൊടുത്ത് മെല്ലെ മെല്ലെ നമ്മൾ ഇളക്കി ചേർക്കണം കേട്ടോ ഇതിലേക്ക്. അല്ലെങ്കിൽ പെട്ടെന്ന് കട്ടിയാവേ. തീ നന്നായി കുറച്ച് വെച്ചതിന് ശേഷമാണ് നമ്മൾ ഈ കസ്റ്റേർഡിൻ്റെ മിക്സ്, കലക്കി വെച്ച മിക്സ് ഒഴിച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ട് ഇത് നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. കൈ എടുക്കാൻ പാടില്ല. ഇത് ഇളക്കാതിരുന്നാൽ പെട്ടെന്ന് അടി പിടിച്ചു പോകും. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഞാൻ ചൂടാറാൻ വെച്ച് നന്നായി ചൂടാറിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ സെറ്റിംഗ് ടൈമാണ്. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പും അതുപോലെ തന്നെ നമ്മുടെ കസ്റ്റേർഡിൻ്റെ മിക്സും നന്നായി ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഈ കേക്ക് ചെറിയ പൊടിച്ചിടണം. അപ്പോൾ ആദ്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരികയാണ് ഇത് അതുപോലെ വലിയ പീസാണെന്ന്. നിങ്ങൾക്ക് ഇതുപോലത്തെ പീസുകൾ ആയിട്ട് തന്നെ ഒന്നൊക്കെ നമുക്ക് കേക്ക് ഉണ്ടാക്കാം. അത്ര റിസ്ക് വേണ്ടല്ലോ. ഇവിടെ നിന്ന് വാങ്ങിക്കാൻ, ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടില്ല. അപ്പോൾ ഇതുപോലെ പീസുകളാക്കിയിട്ട് ഉള്ളത് കിട്ടും. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചിട്ട് നന്നായി ഇതുപോലത്തെ ഒരു പാത്രത്തിൽ സെറ്റ് ചെയ്യാൻ പോകുക. അപ്പോൾ ഇങ്ങനെ പൊടിച്ചിട്ട് കൊടുക്കുക. ഇങ്ങനെ പൊടിച്ച് ഫസ്റ്റ് ലെയർ നമ്മൾ വെനില കേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ പിടിച്ച് പൊടിയാക്കിയിട്ട് എന്നിട്ട് നമ്മൾ കൈ വെച്ചിട്ട് തന്നെ നന്നായി അമർത്തി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മീതെ നമ്മൾ ഷുഗർ സിറപ്പ് നന്നായിട്ട് ഒഴിച്ചു കൊടുത്ത്, ഒരു മടിയും വേണ്ട. ഷുഗർ സിറപ്പ് നന്നായി ഒഴിച്ചു കൊടുക്കുക. നല്ല സൈഡ് 4 സൈഡിലും നടുക്കിലൊക്കെടുത്തും ഷുഗർ സിറപ്പ് നന്നായി പിടിക്കണം. അത്ര പിന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മളിത് കഴിക്കുമ്പോൾ അത് ഭയങ്കര ഡ്രൈ ആയി പോകും. അപ്പോൾ അത് പാടില്ല. അതിനാണ് ഷുഗർ സിറപ്പ് ധാരാളം ഒഴിച്ചു കൊടുക്കുക. ഒരു മടിയും കൂടാണ്ട് ഒഴിച്ചു കൊടുത്തോളൂ. പിന്നെ ഇതതുപോലെ ചെയ്തിട്ട് ഷുഗർ സിറപ്പിൽ ഞാൻ 3 വലിയ ടേബിൾ സ്പൂണ് ഷുഗർ എടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഷുഗർ സിറപ്പ് ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. പിന്നെ ഇത് ചൂടാറിയതിന് ശേഷം വേണം സെറ്റ് ചെയ്യാൻ. അല്ല ചൂടോടെ സെറ്റ് ചെയ്യരുതേ, അപ്പോൾ അത് നല്ലതാവില്ല. നല്ല നമ്മുടെ റൂം ടെമ്പറേച്ചർ ആയതിന് ശേഷം മാത്രം ഇത് സെറ്റ് ചെയ്യാൻ പാടുള്ളൂ. നമ്മുടെ കസ്റ്റേർഡിൻ്റെ മിക്സ് അതുപോലെ ഷുഗർ സിറപ്പും
ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഞാൻ ഫ്രൂട്ട്സുകൾ ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങളുടെ കുട്ടികൾക്കും നിങ്ങൾക്ക് ഏത് ഫ്രൂട്ട്സാണോ ഇഷ്ടം അതിടുക. ഭയങ്കര പുളിയുള്ളത് ഫ്രൂട്ട്സ് ഏതായാലും മുന്തിരി ആയാലും അതെ ഇടാൻ പാടില്ല കേട്ടോ. അപ്പോൾ പുളി ഇല്ലാത്ത ഫ്രൂട്ട്സ് ചേർക്കുക. ഇവിടെ കുട്ടികൾക്ക് ഇതൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ഏറെ ഇതാണ് വാങ്ങിക്കാറ്. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ട് തന്നെ ചെയ്യാൻ വിചാരിച്ചു. ഇങ്ങനെ നമ്മൾ ഫ്രൂട്ട്സ് നമ്മുടെ കേക്കിൻ്റെ മീതെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഒഴിക്കാൻ വേണ്ടി പോകുന്നത് കസ്റ്റേർഡിൻ്റെ മിക്സാണ്. ഇതുപോലെ ഒഴിച്ച് നന്നായിട്ട് സെറ്റാക്കി വയ്ക്കുക. നല്ല ഇതുപോലെ ഒഴിച്ച് റെഡിയാക്കി എടുത്ത് വെച്ചിട്ട് നെക്സ്റ്റ് ലെയർ ഞാൻ പൈനാപ്പിൾ, അതിൻ്റെ ഉള്ളിൽ ടൂട്ടി ഫ്രൂട്ടിയും കൂടി ഉണ്ട്. അങ്ങനത്തെ ആണെങ്കിൽ നമ്മൾക്ക് എക്സ്ട്രാ ടൂട്ടി ഫ്രൂട്ടി ഇടേണ്ട ഒരു ആവശ്യമേ വരുന്നില്ല. അപ്പോൾ ഞാൻ അത് 2 പൈനാപ്പിൾ ടൂട്ടി ഫ്രൂട്ടി കേക്കാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് പൈനാപ്പിൾ കേക്കായിട്ട് തന്നെ വാങ്ങിക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ ടൂട്ടി ഫ്രൂട്ടി ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതുണ്ട് ഇതില്ല അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ കയ്യിലുള്ള അത് എടുത്തിട്ട് നിങ്ങൾ ഇതുപോലെ പൊടിച്ച് യൂസ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ മീതെ നമ്മൾ ഷുഗർ സിറപ്പ് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണേ. ഒരു മടിയും കൂടാണ്ട് ഒഴിച്ചു കൊടുത്തോളൂ. ഇത് നന്നായിട്ട് കുതിരണം. അങ്ങനെ എല്ലായിടത്തും ആകണപ്പോൾ 4 സൈഡിലും നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ അടുത്തത് ഫ്രൂട്ട്സോ വീണ്ടും ആദ്യം ചെയ്ത പോലെ തന്നെ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുക. അതിന് മീതെ കസ്റ്റേർഡ് ഒഴിച്ച് നന്നായിട്ട് സെറ്റ് ചെയ്യുക. ഇത് സെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ഫ്രീസറിലല്ല വയ്ക്കാൻ പോണ, ഫ്രിഡ്ജിൽ വെച്ച് ഒരു 2-3 മണിക്കൂർ എത്രത്തോളം തണുക്കണോ അത്രത്തോളം അടിപൊളിയായിട്ട് സെറ്റായി കിട്ടും. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാൻ വേണ്ടി പോവുകയാണ്. 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതവിടെ 2 മണിക്കൂർ കൂടുതലായി, ഒരു 1.5 മണിക്കൂറായിട്ടോ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. അപ്പോഴത്തേനും നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കസ്റ്റേർഡിൻ്റെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുഡിങ് ഇവിടെ റെഡിയായി. അപ്പോൾ ഇനി ഞാനിത് മുറിച്ച് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുള്ള പുഡിങ്. ഭയങ്കര ടേസ്റ്റാണ് ഈ പുഡിങ്. അപ്പോൾ ഇതതുപോലെ ഒരു സൈഡ് മുറിച്ച് ഇങ്ങനെ മെല്ലെ മെല്ലെ ഇളക്കിയിട്ട് ഒരു കത്തി വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഒരു സൈഡ് അങ്ങനെ മുറിച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരേ. ഇതത് കാണിച്ച് പ്ലേറ്റിൽ വെച്ചിട്ട് കുഞ്ഞ് പ്ലേറ്റിൽ വെച്ചിട്ട് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടാവും. ഞാൻ ഗ്യാരണ്ടി പറയാണ്. നിങ്ങൾ വീണ്ടും ഉണ്ടാക്കി നിങ്ങൾ കഴിക്കും. അപ്പോൾ എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണ് ഇത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ.